ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രം ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ കൂട്ടുകാരന്റെ ബൈക്കും എടുത്തിട്ട് അവൻ ഇങ്ങനെ പോവുകയാണ്. ആ സമയത്ത് കാർത്തികയും കല്യാണിയും കൂടിയിട്ട് ഒരു റോഡ് ക്രോസ് ചെയ്ത് അവരുടെ കാറിൽ കയറി പോകുന്ന കാഴ്ച കാണുകയാണ്. എന്തായാലും തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന ഭാവത്തോട് കൂടിയിട്ട് വിക്രം നേരെ ഒരു ഇരുമ്പുപൊടിയൊക്കെ ഒപ്പിച്ച് പുറകിലെ ഷർട്ടിന്റെ പുറകിലൊക്കെ വെക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ വീട്ടിലേക്ക് എത്തുമ്പോൾ കാർത്തിക കല്യാണിയോട് പറയുന്നുണ്ട്, എന്തായാലും ഇപ്രാവശ്യത്തെ ഓണം നിന്റെ വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും ഒന്നിച്ചാണ് ഓണം ആഘോഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് അത് ഞാൻ എടുക്കും, ഭക്ഷണം കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ എല്ലാവർക്കും സന്തോഷത്തോടു കൂടിയുള്ള ഓണമായിരിക്കണം ഇപ്രാവശ്യത്തെ ഓണം. പിന്നെ പ്രത്യേകിച്ച് ഇവരുടെ അച്ഛനൊക്കെ ഇവരെ സ്നേഹിച്ചു തുടങ്ങിയല്ലോ, അപ്പൊ അതുകൊണ്ടൊക്കെ അവരങ്ങനെ വലിയ സന്തോഷത്തിലാണ്. ആ സമയം തന്നെ വിക്രം പാഞ്ഞു വരികയാണ്. വണ്ടിയിൽ ടൂ വീലറിൽ പാഞ്ഞു വരുന്നുണ്ട്. കല്യാണിയെ ടൂ വീലർ ഇടിച്ച് താഴ്ത്തിക്ക് ഇടുകയാണ്. അപ്പൊ കല്യാണിയെ രക്ഷിക്കാൻ വേണ്ടി ഓടിയെത്തുന്നുണ്ട് കാർത്തിക. കാർത്തികയുടെ തലയ്ക്ക് ഇരുമ്പ് വടി കൊണ്ട് വീശുമ്പോഴും കാർത്തിക തല കുമ്പിട്ട് താഴ്ത്തിക്ക് തല കാണിക്കുകയാണ്. അപ്പോൾ ആ ഉന്നം തെറ്റി പോകുന്നുണ്ട്. എന്തായാലും അവര് ഒരു വിധത്തിൽ രക്ഷപ്പെടുന്നുണ്ട്. നമ്മുടെ വിക്രത്തിനുള്ള പണി നാളെ കിട്ടും. അതുപോലെ തന്നെ മനോഹർ ആണെങ്കിൽ ശാരിയോട് പറയുന്നുണ്ട്, അതെ ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ നിന്ന് പോകാനായിട്ട്. അതുകൊണ്ട് എനിക്ക് എന്തെല്ലാം സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നിങ്ങൾ എനിക്ക് ചെയ്തു തരണം. എൻ്റെ ശല്യം അതോടുകൂടി തീർന്നു കിട്ടും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശാരി സരയുവിനോട് ചോദിക്കുകയാണ്, മോളെ നീ ആർക്ക് വേണ്ടിയിട്ടാണ് ആ ഇരുമ്പ് വടി അവിടെ എടുത്തു വെച്ചിട്ടുള്ളത്? അപ്പൊ കല്യാണിയുടെ സൗഭാഗ്യത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് നമ്മുടെ സരയു. അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ അവളുടെ തലയ്ക്കടിക്കാൻ വേണ്ടിയിട്ടാണോ ഈ ഇരുമ്പോടി ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെന്തിനാ നിങ്ങൾ അറിയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സരയു ശാരിയോട് വഴക്കുണ്ടാക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.